ബിഗ് ബോസിൽ ഇന്നലത്തെ പണി, എൻ്റെ ദൈവമേ, ബിഗ് ബോസ് ഇങ്ങനെ വൈൽഡ് കാർഡിന് പണി കൊടുക്കുന്നത് പ്രതീക്ഷിച്ചില്ല. അതായത് അവർക്കുള്ള പണിപ്പുറ ടാസ്കിൽ ബിഗ് ബോസ് ബ്ലൈൻഡ് ഫോൾഡും കൂടി ബിഗ് ബോസ് ഇൻക്ലൂഡ് ചെയ്തു. അതായത് ഇതിനു മുമ്പത്തെ പണിപ്പുറ ടാസ്കിലൊന്നും ബിഗ് ബോസ് കൊടുക്കാത്തൊരു പണിയാണ് വൈൽഡ് കാർഡിനിട്ട് കൊടുത്തത് ഇപ്രാവശ്യം. അതായത് അവരോട് അകത്ത് പോയി എല്ലാം നേരാവണ്ണം നോക്കി ചെയ്തിട്ട് നോക്കി കണ്ടിട്ട് അവർക്ക് ബ്ലൈൻഡ് ഫോൾഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവർക്ക് ബ്ലൈൻഡ് ഫോൾഡിൽ അവർക്ക് എന്തുമാത്രം എടുക്കാൻ പറ്റും 20 സെക്കൻഡിൽ അതൊക്കെ എടുത്തുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് മനോഹരമായിട്ട് വൈൽഡ് കാർഡ് ചെയ്തു. കുറേ സാധനങ്ങൾ എടുത്തു. അത് ആക്ച്വലി മറ്റേ ബിന്നിയും നമ്മുടെ നെവിൻ ആക്ച്വലി മാറ്റി വെക്കണമെന്ന് പറഞ്ഞാൽ തർക്കം ഉണ്ടായിരുന്നു. അതായത് അത്രയും ഈസി ആയിട്ട് സാധനങ്ങൾ അവരുടെ മുമ്പിൽ വെക്കാതെ കുറച്ച് ഒളിപ്പിച്ച് വെച്ചുമായിരുന്നെങ്കിൽ ഇത്രയും എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏതായാലും അവർക്കൊരു പണി കിട്ടി. ചെറിയ പണിയാണ്, സ്മോളാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പണി ആംഗ്യ ഭാഷയിൽ സംസാരിക്കുക എന്നതാണ് പണി. അതായത് അത് നിവിനും പിന്നെ ചേരുംപടി ചേർക്കുക എന്ന ടാസ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ അനുമോളിനും വേണ്ടി രണ്ടാളും ആംഗ്യ ഭാഷയിൽ ഒരു ദിവസം ഫുൾ ആംഗ്യ ഭാഷയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ അപ്പാനി കുറേ ചൊറിയാൻ നോക്കി അനുമോളിനെ. നമ്മുടെ നെവിൻ ഇടയ്ക്കിടയ്ക്ക് ടാസ്ക് മറക്കണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ കിരീടൻ ടാസ്കും തുടർന്നു. ഈ പ്രാവശ്യം ഔട്ടായത് നമ്മുടെ ജിസേലിൻ്റെ ടീമും ഷാനവാസിൻ്റെ ടീമുമാണ്. ഭയങ്കര തല്ലും ഫിസിക്കൽ അറ്റാക്കും ഒക്കെ ആയിരുന്നു. ഏതായാലും ലാസ്റ്റിൽ എല്ലാവരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സോൾവ് ആക്കി. അങ്ങനെ കൂടുതൽ എല്ലാവരും ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തത്. അതായത് അവനെന്നെ തള്ളി, എന്നെ മുട്ടി, എന്നെ ഇങ്ങനെ ചെയ്തു, അങ്ങനെ വെച്ചെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഏതായാലും ഇനി നാളത്തെ ടാസ്കിൽ റിലേ ടാസ്ക് എന്തോ ആണ്, അതും വൈൽഡ് കാർഡിനാണ്. എന്താണെന്ന് നമുക്ക് നാളെ കണ്ടറിയാം.